ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള സംഭവങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പ്രധാനമായും ചിന്തിച്ചിരുന്നത്. അതിന്റെ 16 ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിവരിക്കുകയുണ്ടായി. അവിടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വർണ്ണിച്ചു. കാരണം രണ്ട് വ്യക്തികളില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്, അല്ലെ? ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ആദ്യനാണ്, അന്ത്യനാണ്, ജീവനുള്ളവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതെന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തു, അല്ലേ? അപ്പം കന്യകയിലൊരു ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു, മനുഷ്യന് വേണ്ടി മുറിക്കപ്പെടുവാൻ, മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അല്ലെ? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവം ആത്മാവാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ആ ദൈവം ആദ്യനും അന്ത്യനുമാണ്. അവൻ മനുഷ്യനായി വെളിപ്പെട്ടപ്പോൾ അവന് മരണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ മനുഷ്യ പ്രത്യക്ഷതയ്ക്കാണ് മരണം സംഭവിച്ചത്. അല്ലാതെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിതാവ് ക്രൂശി മരിച്ചുപോ, ഇങ്ങനെ തൃത്വക്കാർക്ക് ഇങ്ങനെ പല പല സംശയങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സമയങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം തൃത്വം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ പഴയ പോലെ വിചാരിക്കുന്നിടത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, ഇങ്ങനെ ഓരോ മുടന്തരായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്നും ഇങ്ങനെ നിലനിൽക്കുകയാണ്. കാരണം അവർക്കിപ്പോ എന്താണ് പറയുന്നത്, അവരെ സംബന്ധിച്ചുള്ള സിദ്ധാന്തം തെറ്റാണെന്ന് അവർക്ക് തന്നെ ബോധ്യമായെങ്കിലും അതിനെ മറച്ചു പിടിക്കുക കൊണ്ടാണ് അവരുടെ പല ചോദ്യങ്ങളും ഈ കാലങ്ങളിൽ ഏറി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, അല്ലെ? മരിച്ചവനായിരുന്നു എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 27:50 നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 50-ാമത്തെ വാക്യം 50-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു പിന്നെ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. അപ്പം ദൂതന്മാരെക്കാട്ടിലും താഴ്ച വന്ന മനുഷ്യനായിട്ടല്ലേ, അല്ലേ? ദേശത്തിൽ മനുഷ്യനായി തീർന്ന ആ മനുഷ്യനാണ് മരിച്ചത്. ദൈവം മരിച്ചോ? ദൈവം മരിച്ചില്ല. ദൈവത്തിന് മരണവുമില്ല, ജനനവുമില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 44 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ച്, അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസെഫിന് നൽകി എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 1 കൊരിന്ത്യർ 15:3 നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അല്ലേ? അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്താണ്? നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടു. ആ മനുഷ്യനാണ് എന്താണ് ക്രൂശിൽ മരിച്ചത് എന്നുള്ള കാര്യം. അതായത് രണ്ടാമത്തെ വ്യക്തിയല്ല, ആ ദൈവത്തിന്റെ തന്നെ മനുഷ്യ പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത് എന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തൃത്വക്കാർ ഇനിയും നമ്പറുകളുമായി വരും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ്? നീ കണ്ടതും, അല്ലെ? അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, അല്ലെ? എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു.
അപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4:9 നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാന സ്തോത്രവും കൊടുക്കുമ്പോഴേക്കും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ ഒരു സിംഹാസനമേ ഉള്ളൂ, 3 സിംഹാസനങ്ങളില്ല. തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം 3 സിംഹാസനങ്ങളിൽ ഇരുന്ന് ദൈവം വാണരുളുകയാണ്. കാരണം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് പിതാവിന് കൊടുത്തതാണെന്നും, രണ്ടാമത്തേത് പുത്രന് കൊടുത്തതാണെന്നും, മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിന് കൊടുത്തതാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നത് കേട്ടിട്ട് 3 പേരാണെന്ന് വിശ്വസിക്കുന്ന തൃത്വക്കാർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവിടുത്തെ വളരെ വ്യക്തമായ തെറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം ഏകനാണ്, ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 28:6, 28-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവീൻ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവിൻ എന്ന് അവിടെ കാണുന്നു. പ്രവർത്തികൾ 1:3 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, പറഞ്ഞതുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയല്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്നും നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു, അവൻ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന് ജീവിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? 19-ാമത്തെ അതിന്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അതായത് മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്താണ്? മരിച്ചവരുടെ അദൃശ്യ മണ്ഡലത്തിന് മേലുള്ള പൂർണ്ണ അധികാരമുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരാൾക്കും അത് സാധ്യമല്ല. പാതാളത്തിന്റെ ഗ്രീക്ക് പദവ്യാഖ്യാനം നമ്മൾ ചിന്തിക്കുമ്പോൾ ലൂക്കോസ് 16:23 നമ്മൾ കാണുന്നു. ലൂക്കോസ് 16:23 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെ അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ലൂക്കോസിന്റെ സുവിശേഷം 16:21 നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് 16:23, 23-ാമത്തെ വാക്യത്തിൽ അല്ലെ യാതനകൾ, അതായത് പാതാളത്തിൽ, അതായത് ആ പാതാളത്തിന്റെ ഒക്കെയും എന്താണ് അധികാരം ആർക്കാണ്? കർത്താവായ യേശു ക്രിസ്തുവിനാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. കാരണം യേശു കർത്താവിലാണ് എല്ലായിടത്തും, അതായത് സകലത്തിന്റെ അധികാരം കർത്താവായ യേശു ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നു. എങ്ങനെ? അവൻ ദൈവമായതുകൊണ്ടാണ്. അവൻ മനുഷ്യനായി വെളിപ്പെട്ടു, അവൻ സകലത്തിന്മേലുള്ള അധികാരം അവൻ എടുത്തു എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്, അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷത്തിലെ നമ്മൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരം ലഭിച്ചത് എന്തുകൊണ്ടാണ്? അവൻ മറ്റൊരു ദൈവമായതുകൊണ്ടാണോ?
ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾക്ക് എന്താണ് ദൈവികമായ യഥാർത്ഥ വെളിപ്പാട് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് രണ്ടാമത്തെ വ്യക്തി മൂന്നാമത്തെ വ്യക്തിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവവചന വിരുദ്ധമാണ്. കാരണം യഹോവയായ ദൈവം ആദ്യം മുതലേ പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ രണ്ടാമത്തെ ഒരു ദൈവത്തിന് മഹത്വം വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായ ഒരു പഠനമാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ. അപ്പൊ എന്താണ്, നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. അപ്പൊ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്? അതായത് സഭകളിലെ അവസ്ഥകൾക്ക് അനുസരിച്ച് സംഭവിക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. വെളിപ്പാട് 4:1 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 22:5 നമ്മൾ വായിക്കുന്നു. 22-ാം അധ്യായം 5-ാം വാക്യം: ഇനി രാത്രി ഉണ്ടാവുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുണ്ട്. വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തി. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കാണ് ഇവയൊക്കെയും അവർ രാജാക്കന്മാരെ പോലെ ശോഭിക്കാൻ പോകുന്ന ദിവസം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വീണ്ടും അങ്ങോട്ട് വായിക്കുമ്പോൾ എന്റെ കയ്യിൽ കണ്ട 7 നക്ഷത്രം. അപ്പൊ 7 എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 7 എന്ന സംഖ്യയ്ക്ക്, അതായത് ബൈബിളിൽ വളരെയധികം പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇത് പൂർണ്ണതയുടെയും സംയോജ്യത്തിന്റെയും പൂർത്തീകരണത്തിന്റെയും സംഖ്യയായിട്ട് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 7 സഭകൾക്ക് 7 എഴുത്തുകൾ. വെളിപ്പാട് നമ്മൾ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ടല്ലേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കും, തന്റെ ദാസന്മാരെ കാണിക്കേണ്ട ദൈവം ദൈവം അത് അവന് കൊടുത്തു. അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമായി താൻ കണ്ടത് സാക്ഷീകരിച്ച് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നവരും പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഇപ്പൊ 7 മുദ്രകളുണ്ട്, 7 കാഹളങ്ങളുണ്ട്, 7 കലശങ്ങളുണ്ട്, 7 പൊൻനിളക്കുകളുണ്ട്, 7 നക്ഷത്രങ്ങളുണ്ട്, 7 ദൂതന്മാരുണ്ട്, 7 ആത്മാക്കളുണ്ട്, 7 കൊമ്പുകളും 7 കണ്ണുകളുമുള്ള കുഞ്ഞാടുണ്ട്, 7 കണ്ണുകളുള്ള കുഞ്ഞാട്, 7 ദീപങ്ങളുണ്ട്, 7 ഇടികളുണ്ട്, 7 തലയും 7 രാജ്യമുടിയുമുള്ള മഹാസർപ്പം, 7 തലയുള്ള മൃഗം, 7 തലയുള്ള കടും ചുവപ്പുള്ള മൃഗം, 7 മല, 7 രാജാക്കന്മാർ. അപ്പോ നമ്മൾ മറ്റു ഭാഗങ്ങളോട് ചിന്തിക്കുമ്പോൾ ശബത്ത് ഏതാണ്ട് 7-ാം ദിവസമാണ്. അതായത് പെസഹ പെരുന്നാൾ 7 ദിവസത്തേക്ക്, കൂടാര പെരുന്നാള് 7 ദിവസം. എരിഹോവിൽ പുരോഹിതന്മാർ 7 കാഹളങ്ങൾ 7 ദിവസം വീതവും 7-ാം ദിവസം 7 പ്രാവശ്യവും ഊതിയപ്പോഴാണ് മതിൽ വീണത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നയമാൻ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയും നമ്മൾ കാണാൻ കഴിയുന്നു. 7 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി നടത്തി എന്ന് 7-മായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. 7 ദിവസങ്ങളാണ് ഒരാഴ്ചയിൽ. അതായത് സംഗീതത്തിന് 7 സ്വരങ്ങൾ, മഴവിലിന് 7 നിറങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് 7-ന് വളരെയധികം പ്രാധാന്യം ദൈവവചനം നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? 7 ഒരു പൂർണ്ണ സംഖ്യയെ കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പൊ എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? യോഹന്നാൻ അസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നു. അപ്പൊ 7 സഭകൾ എന്ന് പറയുമ്പോൾ ഏഷ്യ മൈനറിൽ 7-ൽ കൂടുതൽ സഭകൾ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉദാഹരണത്തിന് കൊലോസിലെ സഭയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഏഷ്യയിലെ സഭകളെല്ലാം പ്രതിനിധീകരിച്ച് ദൈവം ഈ 7 സഭകളെ തെരഞ്ഞെടുക്കുകയായിരുന്നു. അതായത് ലോകത്തിൽ ഉടനീളം എന്നതിൽ സംശയമില്ല. അപ്പം
അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണ്, 7 സഭകളെ ദൈവം തെരഞ്ഞെടുത്ത് അതിന് ദൂത് കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അസിയയിലെ സഭകൾക്ക് അല്ലെ, നമ്മൾ വായിച്ച എവിടെയാണ്, 7 സഭകൾ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ കണ്ടതും ഇനി സംഭവിക്കാനുള്ളതും 7 നക്ഷത്രങ്ങളുടെ മർമ്മവും 7 പൊന്മുളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാരാകുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെ, 7 സഭകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു വാക്യം 4-ൽ നമ്മൾ വായിക്കുന്ന എന്താണ്, ഇപ്പോൾ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം, യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നു, ഇരുന്നവനും വരുവാനിരിക്കുന്നവനിൽ നിന്നും അവന്റെ സിംഹാസനത്തിലെ 7 ആത്മാക്കളുടെ പക്കൽ നിന്നും, 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പൊ എന്താണ് ഈ 7 ആത്മാക്കൾ? 7 ആത്മാക്കൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-1, സർദീസിലെ സഭയിലെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് അവിടെ കാണുന്നു. 4-5 നമ്മൾ വായിക്കുന്നു, വെളിപ്പാട് പുസ്തകം 4-5, സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു, ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവിടെ പറയുന്നു. 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ടു, അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും അതിനുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തുക. അപ്പൊ ഈ ദൈവിക ആശീർവാദത്തിൽ ഈ 7 ആത്മാക്കൾ ദൈവത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് സഭകൾക്കുള്ള കൃപയുടെയും സമാധാനത്തിന്റെ ഉറവിടം എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, അപ്പൊ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 2 കൊരിന്ത്യർ 13-14 നമ്മൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ 13-14 നമ്മൾ വായിക്കുന്നു, 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ആശീർവാദമാണ്. അപ്പൊ 3 പേരുടെ നാമത്തിലാണ് ഈ ആശീർവാദം നടക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ദൈവം മനുഷ്യനായി തീർന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യത്വത്തിന്റെ വെളിപ്പാട് നമുക്ക് കൃപ നൽകുന്നു എന്നുള്ളതിനെ അതിന് കാണിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അപ്പൊ നമുക്കെല്ലാം എന്താണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടെന്ന് അത് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മളോടൊപ്പം വസിക്കുന്നു എന്നതിനെയും ഉദ്ദേശിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താണ്, ദൈവത്തിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 7 ഇരട്ടിയായ ദൈവാത്മാവ് തികവും നിറവും പൂർണ്ണത എന്നീ അർത്ഥമുള്ള പ്രതീകാത്മ സംഖ്യ എന്ന നിലയിലാണ് ഈ പുസ്തകത്തിൽ നമുക്ക് പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പം ഇരിക്കുന്നവനാണ്, ഇരുന്നവനാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു. അപ്പൊ 7 പൊൻവിളക്കിന്റെ നിലവിളക്കിന്റെ വിവരം എഴുതുക, 7 നക്ഷത്രവും 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 7 നക്ഷത്രത്തിന്റെ മർമ്മം പറഞ്ഞു. ഇനി 7 പൊൻവിളക്കിന്റെ വിവരം എഴുതുക, 7 നക്ഷത്രവും 7 സഭകളുടെ ദൂതന്മാരാകുന്നു, അതായത് സന്ദേശവാഹകർ ആകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോ 7 നിലവിളക്കുകൾ എന്താണ്, 7 സഭകളാകുന്നു. 7 സഭകൾ എന്ന് പറയുമ്പോൾ എന്താണ്, അധ്യായകർ സന്ദേശങ്ങൾ, അതായത് യോഹന്നാന്റെ കാലത്തെ ചരിത്രപരമായ ആശ്ചര്യമായ സഭകളായിരുന്നു ഈ 7 സഭകൾ. എന്നാൽ അന്നത്തെ ഈ യുഗത്തിന്റെയും ആദിയോടന്തമുള്ള സഭകളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ അവ എന്താണ്, വിശ്വസ്തമായ ഒരു രീതിയിൽ കണക്കാക്കപ്പെട്ടേക്കാം. 7 എന്ന സംഖ്യ വളരെ ശ്രദ്ധേയമാണ്.
അത് നിറവിനെയും പൂർണ്ണതയെയും സൂചിപ്പിക്കുന്നു. ഏഴാത്മാക്കൾ ഏക ദൈവത്തിന്റെ ആത്മാവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ലോകത്തിലെ ഏക സഭയാവാം ഈ 7 എന്ന സംഖ്യ സൂചിപ്പിക്കുന്ന 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപം ഇതാണ് അർത്ഥമാക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ സംരക്ഷണത്തിൽ അക്ഷരാർത്ഥത്തിൽ 7 സഭകൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോഴും ഒന്നും അവൻ്റെതായിട്ടില്ല. ഈ 7 നിലവിളക്കുകൾ ഭൂമിയിലുള്ള എല്ലാ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സഭ ഇക്കാലത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സഭ മറ്റ് ചില അർത്ഥങ്ങൾ ഉള്ളതായിട്ട് ചില വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ 7 സഭകൾ പ്രവചനപരമായി സഭയോടുള്ള ആദിയോടന്തമുള്ള ഒരു ദൃശ്യം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഈ കാഴ്ചപ്പാടനുസരിച്ച് വിജയകരമായി 7 കാലഘട്ടത്തിലൂടെ സഭ കടന്നുപോയതിനെ സൂചിപ്പിക്കാനാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. എഫെസോസിൽ തുടങ്ങി ലവോദിക്കയിൽ അവസാനിക്കുന്ന ഈ 7 സഭകൾ സമഗ്രമായ ക്രമത്തിലാണ് തെരഞ്ഞെടുത്തത്. ഇത് സാധ്യതയുള്ളത് താല്പര്യവും ജനിപ്പിക്കുന്നതുമായ ഒന്നാണ്. താല്പര്യം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ തുടർന്നുള്ള കത്തുകളുടെ ഉള്ളടക്കം സഭാ ചരിത്രവും തമ്മിൽ വാസ്തവത്തിൽ നല്ല പൊരുത്തം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഇത് നമുക്ക് തക്കതായ തെളിവുകൾ ഒന്നും തന്നെ തരുന്നില്ല. എന്നാൽ ഈ കത്തുകളുടെ ഉള്ളടക്കം എന്താണ്? വ്യക്തിപരമായി നാം പങ്കെടുക്കുന്ന സഭകളോടും പറയുന്ന എന്തായാലും അതിൽ നാം എന്ത് ചെയ്യണം? തൽപരരായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിടെ അറിവിന് വേണ്ടിയാണ് ഈ പുസ്തകം രേഖപ്പെടുത്തുക. അന്നത്തെ സഭയുമായി താരതമ്യപ്പെടുത്തി. കാരണം നമ്മുടെ അറിവിന് വേണ്ടിയാണ് ഇവയൊക്കെയും എഴുതി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ എഴുതിക്കുക എഫെസോസിലെ സഭയിലെ ദൂതൻ എഴുതുക. എഫെസോസിലെ സഭയിലെ ദൂതൻ. അപ്പം എഫെസോസ് എന്ന് പറയുമ്പോൾ പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, എഫെസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പൗലോസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ശൗര്യം ചെയ്തിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടി താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ എന്ന് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്? അപ്പൊല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തരം സ്നാനമത്രേ കഴിപ്പിച്ചതെന്നും തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടോടെ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ഏറ്റ ഒരു സഭയാണ് എഫെസോസിലെ സഭ എന്ന് വളരെ വ്യക്തമാണ്, അല്ലെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ദൈവങ്ങളുടെ നാമത്തിലല്ല അവർ സ്നാനപ്പെട്ടത്. പൗലോസ് അപ്പോസ്തലന്റെ വാക്ക് കേട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട സഭയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സഭ എന്ന രീതിയിൽ അതിന്റെ പേര് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എഫേസ്യരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവേശ്വരത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസികൾക്കും എഴുതുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ സഭയുടെ ദൂതൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂതൻ നമ്മൾ 1:20 നമ്മൾ വായിച്ചു. വെളിപ്പാട് പുസ്തകം 1:20 നമ്മൾ വായിച്ചു. എന്താണ് വെളിപ്പാട് പുസ്തകം 1:20 നമ്മൾ വായിച്ചത്? എന്താണ്? എന്റെ കയ്യിൽ എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രം പറയുമ്പോൾ 7 പൊൻനിലക്കന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്കുകൾ 7 സഭയാകുന്നു എന്ന് കൽപ്പിച്ചു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 7 സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലം കൈയിൽ, 7 നക്ഷത്രം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? വെളിപ്പാട് പുസ്തകം 1:12 നമ്മൾ വായിക്കുന്നു. 1:12 നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്?
എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ തലയുള്ള വാൾ പുറപ്പെടുന്നു, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാരാകുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരായിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. അപ്പൊ അന്നത്തെ കാലത്തും അപ്പോസ്തലന്മാരെന്ന് പറയുന്ന കള്ള അപ്പോസ്തലന്മാരുണ്ടല്ലേ, അന്നും അക്കാലത്തും ഉണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി കണ്ടു, പ്രയത്നവും കണ്ടു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട സഭ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അത് മുമ്പ് വായിച്ച വാക്യത്തിൽ പറഞ്ഞത് അല്ലെ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 15 മുതൽ 20 വരെയുള്ള, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമൊക്കെയും ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിലിടുന്നു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവർക്കൊരു മഹാത്മ്യമുണ്ട്. ഇവരെന്താണ്? കള്ള അപ്പോസ്തലന്മാരെ എന്ത് ചെയ്തു? കള്ളന്മാരെന്ന് കണ്ടെത്തിയവരാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ കള്ള അപ്പോസ്തലന്മാരെ ഇവർ കണ്ടെത്തിയത് അല്ലെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവര് സ്നാനപ്പെട്ടവരാണ് എന്നുള്ള കാര്യവും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമില്ല, സാത്താനും താൻ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പം എഫെസോസിലെ സഭകളിൽ ഇപ്പൊ കള്ള അപ്പോസ്തലന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. എന്താണ് അവരുടെ സഹിഷ്ണുത അല്ലെ, അവരുടെ പ്രയത്നം? കള്ള അപ്പോസ്തലന്മാരെ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. അവർ കണ്ടെത്തി ഏറ്റവും വലിയ സ്നാനം ആരുടെ നാമത്തിലാണ് അവർ സ്വീകരിച്ചത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനമേറ്റു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് ശരിയായ സ്നാനമെന്ന് അവിടെ തന്നെ നമുക്ക് വ്യക്തമാണ് അല്ലെ. 2 പത്രോസിൽ നമ്മൾ വായിക്കുന്നു, 2 പത്രോസ് 2:1 നമ്മൾ വായിക്കുന്നു. 2 പത്രോസ് 2:1, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാവും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോ പെന്തിക്കോസുകാരൊക്കെ ഇപ്പൊ നിക്കിയൊക്കെ ചൊല്ലാൻ തുടങ്ങി. അപ്പൊ അതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? മതപരമായ ചിന്ത അവരില് കയറി തുടങ്ങി എന്നുള്ളതാണ്. കാരണം ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടെ പത്രോസ് നേരത്തെ തന്നെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിലുണ്ട്, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴത്തി തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നവരാണ് എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കുന്നതിൽ മിടുക്കന്മാരാണ് ഈ കള്ളപ്രവാചകന്മാരെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ആവശ്യം വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൂട്ടിച്ചേർക്കുന്നവരാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് വളരെ വ്യക്തമാകുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28 മുതൽ 20-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരായി വെച്ച ആട്ടും കൂട്ടം മുഴുവനായി സൂക്ഷിച്ചു കൊള്ളുക. 29-ാം വാക്യത്തിൽ, ഞാൻ പോയ ശേഷം ആട്ടുംകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. അതിനുശേഷം വന്നതാണ് ഈ നിക്കിയും ദൈവം 3 ആണെന്നും 3 വ്യക്തികളാണെന്നും 3 ദൈവങ്ങളാണെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ ഉണ്ടായത് എന്താണ്? അന്ന് ഉണ്ടായതാണ്. അതിനെക്കുറിച്ചാണ് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ പോയി. പക്ഷേ ആവശ്യമില്ലാത്തതൊക്കെ കയറ്റി, സഭകളിലേക്ക് കയറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നേരത്തെ തന്നെ അപ്പോസ്തലൻ പൗലോസ് എന്ത് ചെയ്തു? മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് ആ സഭയുടെ പ്രത്യേകത. അതാണ് കർത്താവ് അവരിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രയത്നം. അവരെന്ത് ചെയ്തു? അപ്പോസ്തലനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ അനുസരിക്കുന്നവരാണോ നിങ്ങൾ? കാരണം അപ്പോസ്തലനെ അനുസരിക്കുന്ന സഭയായിരുന്നു. വളരെ വ്യക്തമാണ്. അപ്പോസ്തലൻ കൊടുത്ത വാണിങ്ങിനെ അവർ മനസ്സിലാക്കി. അങ്ങനെയുള്ളവരെ അവർ പിടിച്ചു. കാരണം ദൈവവചന വിരുദ്ധമായി സംസാരിക്കുന്ന ആൾക്കാരെ അവർ പിടിച്ചു. അപ്പോസ്തലന്മാരെന്ന് പറയുന്ന കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് അതിനുള്ള വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിയുവാനായിട്ട് ദൈവം എല്ലാവർക്കും വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.